വെൽക്കം ടു ദി വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു 1-to-1 ബോക്സിംഗ് സെഷനാണ് തരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പോയി വർക്കൗട്ട് ഡ്രസ് ഇട്ടിട്ട് ഓടി വരിക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ സെഷൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്കിപ്പിംഗ് റോപ്പ് വേണം, ഹാൻഡ് റാപ്പ്, ഒരു ബാഗിംഗ് ഗ്ലൗസ്, പിന്നെ ഒരു ഹെവി ബാഗ്. ഇനി ഇതിലേതെങ്കിലും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആൾട്ടർനേറ്റീവ് പറഞ്ഞു തരുന്നതാണ്. ഫസ്റ്റ് നമുക്കൊന്ന് വാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ സിംഗിൾ ഷോൾഡർ റൊട്ടേഷൻ, നമുക്കൊരു 10 കൗണ്ട് ഫോർവേഡ്, 10 കൗണ്ട് ബാക്ക്വേർഡ് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പോസിറ്റ് ചെയ്യാം. നിങ്ങൾ സോ റിവേഴ്സ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വൺ പ്രോപ്പറായിട്ട് ചെസ്റ്റ് നിങ്ങൾ സ്ട്രെച്ച് ആവുന്ന ഫീൽ ചെയ്യുക. ദെൻ ചേഞ്ച്. എടാ എല്ലാം ഒരു 10 to 15 ചെയ്യാൻ നോക്കേ, എല്ലാ വാം-അപ്പ് എക്സസൈസും. ദെൻ റിസ്റ്റ് റൊട്ടേഷൻസ്, റിവേഴ്സ്, ആൾട്ടർനേറ്റീവ് ടോ ടച്ച്. ഓവറായിട്ട് കാല് പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങൾ ചെയ്താൽ മതി. സോ ഇതും 10 ഈച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഹാംസ്ട്രിങ്ങും ലോവർ ബാക്കും ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 10 പ്രാവശ്യം ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഒന്ന് കൊസാക്ക് സ്ക്വാട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് താഴെ പോകാൻ പറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മാനേജ് ചെയ്താൽ മതി. ഇവിടെ കാല് വടട്ട് വെച്ചിട്ട് മാക്സിമം ഡീപ്പായിട്ട് പോകാൻ നോക്കുക. പിന്നെ പറ്റാത്തവർക്ക് നിങ്ങൾ കൈ ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ നോക്കിയാൽ മതി. സോ ഇതും ഒരു 20 റെപ്സ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലായിട്ട് ചെയ്താൽ മതി, സർക്കസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ചുമ്മാ എനർജി തന്നെ വേസ്റ്റ് ചെയ്യുന്നത്. സോ സ്കിപ്പിംഗ് ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ട് നോർമലായിട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ജിമ്മിങ് മോഡ്സ് എടുത്ത് ആൾട്ടർനേറ്റീവ്സ് ഞാൻ ചെയ്യുന്ന മാതിരി അങ്ങ് ചെയ്താൽ മതി. 3 മിനിറ്റ്സിൻ്റെ 5 സെറ്റ്സ് നമുക്ക് ഷാഡോ ബോക്സ് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് 1 or 2 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കാം. സോ സ്റ്റാർട്ട്. ആദ്യം നോർമലായിട്ട് പഞ്ച് ചെയ്യുക, മാക്സിമം മൂവ് ചെയ്യാൻ നോക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ ഹുക്കും കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ചിലപ്പോൾ ഞാൻ അറിയാണ്ട് ചെയ്താൽ നിങ്ങളത് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്തരുത്. നിങ്ങൾ പഠിപ്പിച്ച ക്രോസ്, ഡക്ക് ഇതൊക്കെ തന്നെ ചെയ്യുക, പക്ഷേ മൂവ് ചെയ്യുക നന്നായിട്ട്. ഓക്കെ, മൂവ് ചെയ്ത് ചെയ്യുക. സ്ട്രെയിറ്റും ക്രോസും മാത്രം നിങ്ങൾ നോക്കുക, ഫോക്കസ് ചെയ്യാൻ നോക്കുക. മാക്സിമം നിങ്ങൾ പഠിച്ച ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, കോൺ മൂവ്മെൻറ്റ്സ്, ഡയഗണൽ റൈറ്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ മൂവ് ചെയ്ത് ഷാഡോ ബോക്സ് ചെയ്യാൻ നോക്കുക. ഷാഡോ ബോക്സിങ് കഴിഞ്ഞിട്ട് 3 റൗണ്ട് നമുക്ക് ബാഗിംഗ് ഡ്രില്ലാണ് ചെയ്യേണ്ടത്. സോ 3 റൗണ്ട്സിൻ്റെ 3 മിനിറ്റ്സ് ആണ്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് 2 or 3 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്ട്രെയിറ്റ് പഞ്ച് ചെയ്യുക, തിരിച്ച് ഗാർഡ് തിരിച്ച് വരണം. ചുമ്മാ ഇങ്ങനെ ചെയ്തിട്ടിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? പ്രോപ്പറായിട്ട് ബോഡി ഷിഫ്റ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ നോക്കുക. 3 മിനിറ്റ്സും. നമ്മുടെ 3 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം 1 റൗണ്ട് ഒന്ന് എക്സ്ട്രാ ചെയ്യാൻ നോക്കുക. എന്തെന്ന് വെച്ചാൽ ഇനി പഞ്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക, സൈഡ് ടു സൈഡ് മൂവ് ചെയ്ത് ചെയ്യുക. പ്രോപ്പറായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് കറക്റ്റായിട്ടൊരു പോയിന്റ് തന്നെ ഇടിക്കാൻ നോക്കുക കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഇടിക്കരുതിട്ട്. മനസ്സിലായോ? എല്ലാം കഴിഞ്ഞ് തളർന്നിരിക്കുമ്പോൾ പുഷപ്സ്. ഓക്കെ, നേരെ പോവുക, എൽബോസ് കറക്റ്റായിട്ട് വയ്ക്കുക. ദെൻ എൽബോസ് താഴെ പോകുമ്പോഴേ നിങ്ങളുടെ റിപ്സിന് ക്ലോസ് ആയിട്ട് തന്നെ പോകാൻ നോക്കുക. ദെൻ അപ്പ്. ഇനി നിങ്ങൾക്ക് പ്രോപ്പർ പുഷപ്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഭയങ്കര പാടാണെങ്കിൽ ജസ്റ്റ് നീ പുഷപ്സ് സെയിം. ഓക്കെ, ഇത് മാക്സിമം നിങ്ങൾക്കൊരു 3 സെറ്റോ 4 സെറ്റോ ഒരു 5 റെപ്സ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ 10 റെപ്പ് വെച്ച് 4 സെറ്റ് ചെയ്തോ കേട്ടോ. ലാസ്റ്റ് നമുക്കൊരു കോർ വർക്കൗട്ടോടെ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഏത് വർക്കൗട്ടോടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിത് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. സോ ഇത് ഏകദേശം ഒരു 4 സെറ്റ് തന്നെ ചെയ്യാൻ നോക്കുക. മാക്സിമം റെപ്സ് വെക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ല. സ്ട്രെച്ച് ചെയ്യാം, നേരെ മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. ഞാനൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് എല്ലാ സ്ട്രെച്ചസും ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ നോക്കുക. സ്ട്രെയിറ്റ് ബാക്ക്,
ക്വാഡ്സിന്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഓപ്പോസിറ്റ്. ദെൻ കാഫ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഏതെങ്കിലും നിങ്ങൾക്ക് പില്ലറോ ചുമരോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അയക്കാം. മാക്സിമം ഹീല് ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹിപ്പ് മുമ്പോട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാഫ് മസിൽസ് സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്ട്രെച്ച് ചെയ്യുന്നതിന് മുന്നേ ആ പുഷപ്പും നമ്മുടെ കോറൊക്കെ ചെയ്തില്ല, നമുക്ക് കുറച്ച് എക്സസൈസ് ആയിരിക്കും. കുറച്ചൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് രീതിക്ക് ഒരു ജോഗ് ചെയ്യാം. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് ബ്രീതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് വാം ഡൗൺ ആയതിന് ശേഷം നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്താൽ മതി. ഓക്കെ. അവിടെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് കുറച്ച് ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ്സ് കുറയ്ക്കുകയും ഡ്യൂറേഷൻ കുറയ്ക്കുകയും അതുമാത്രമല്ല നിങ്ങൾക്ക് റെസ്റ്റ് പീരീഡ് കൂടുതൽ എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ബോഡി നിങ്ങൾക്കേ അറിയാവൂ, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. സോ ഇതേമാതിരി നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.